ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. പുതിയ തുടക്കമാണ്. ആക്ഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ടിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്നാണ്. അതിൻ്റെ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ പുതിയൊരു ഓഫർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കുറേയധികം ആൾക്കാർക്കും ചിലപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഓഫറാണ് ഇത്. കുറേ ആൾക്കാർ ഇത് സ്വീകരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ചാൻസ് നിങ്ങളെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സക്സസ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ ചില ആളുകൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ 2 ഓഫ് സോൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഒരു ജോലിയുടെ ഓഫർ ആവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു പുതിയ തുടക്കമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പ്രണയാഭ്യർത്ഥനയുമായൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം അത് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. ഇത് കുറേ ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. കാരണം ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 ഓഫ് കപ്പ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ചിലപ്പോൾ കുറേയധികം ആളുകളും ഇങ്ങനൊരു വ്യക്തിയെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ ഒക്കെ തോന്നുന്നതാവാം. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നുന്നതുമാവാം. കൂടുതലും നിങ്ങളോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ ഉള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഈ ഒരു പ്രണയത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിച്ച് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നതാവാം. ഏതെങ്കിലും കാരണത്താൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളതുമാവാം. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വ്യക്തി വരുവാണെങ്കിൽ പോലും അവരെ നിങ്ങളുടെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രണയമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ എംപററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ
വരുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ശരിക്കും വളരെയധികം അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് സക്സസ്സിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ വളരെ വിജയത്തിലെത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരോട് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പക്ഷേ നേരത്തെ നിങ്ങളെ കളിയാക്കിയവരോടൊക്കെ ചിലപ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങൾ പറയാതിരുന്നുവെങ്കിൽ, നിങ്ങൾ പോട്ടെ എന്ന് കരുതി അതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു ഭയവും ഇവിടെ തോന്നാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആരോട് എന്തു പറയാനും നിങ്ങൾക്ക് ഭയമില്ലാതിരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കും എന്നാണ്. അത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി പറയുന്ന ഒരു കാര്യമല്ല. അതായത് നിങ്ങൾ വളരെ പക്വതയോടെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അധികാര സ്ഥാനം അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ചാരിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു വ്യക്തത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി എന്താണ്, അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുന്നോട്ടുള്ള ആ ഒരു വഴി കാണാതിരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അതും വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് അങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് അത് കിട്ടുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ പോകേണ്ട വഴി എങ്ങനെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ജീവിതം ഫുൾഫില്ല് ആയ പോലത്തെ ഒരു എനർജിയാണ്. ഇതിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കപ്പുകളുണ്ട്. അപ്പോൾ ഒരു കപ്പിൻ്റെ കുറവുണ്ട് എന്നാണ്. അതായത് എന്തോ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളതാണ്. പൊതുവെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ്. ഈ സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് മറ്റുള്ള ബഹളങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് ഒന്ന് മാറി നിങ്ങൾക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആ ഒരു സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ 9 ഓഫ് കപ്സും അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും കുറേ ആൾക്കാരുടെ സഹായവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് സന്തോഷം, അതായത് ചിലപ്പോൾ നമുക്ക് അറിയാത്ത ആൾക്കാർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരും. ചിലപ്പോൾ ഒരു സഹായം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലൊക്കെ സഹായിക്കാൻ അവർ വരുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ
ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുറകിൽ കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് സോൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തോറ്റു പോകേണ്ടി വന്നിട്ടുണ്ടാവാം പല സാഹചര്യങ്ങളിലും, പലരുടെ മുൻപിലും. അപ്പോൾ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പറയേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം. അതായത് അവരെ അത് വിഷമിപ്പിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത കൊണ്ട് പല കാര്യങ്ങളും പറയാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ അത് പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വഴി എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇത്. അതായത് ഈ വഴിയെ പോയാൽ എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ക്ലിയർ വിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയം എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന സമയം കൂടിയാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ കാര്യങ്ങൾ, അതായത് നിഗൂഢമായ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതായത് ടാരോട്ട് റീഡിങ്ങോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ, അങ്ങനെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കുറേ സിംറ്റംസ് ദൈവം തന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി തിരിച്ചറിയാനോ ഒന്നും പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന അടയാളങ്ങൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതായത് അടുത്ത നിമിഷം ഈ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അത്തരത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. മാത്രമല്ല 4 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ 5 ഓഫ് കപ്സും 4 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് എന്ത് കാര്യമാണോ കിട്ടാത്തത് അതിൽ മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വഴികൾ ദൈവം തുറന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വഴിയെ പോകൂ എന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കാണാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ചില റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ ഓർത്താവാം, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളാവാം, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഓർമ്മകളാവാം. അപ്പോൾ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് അത് വളരെ വലുതാവാം. അതുകൊണ്ടാവാം അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു നഷ്ടപ്പെടലിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
നിങ്ങൾ പുറത്ത് കടന്നേ മതിയാകൂ എന്നുള്ളതാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് അതുപോലെ തന്നെ നഷ്ടപ്പെടലുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ സൗഭാഗ്യവും സമൃദ്ധിയും എല്ലാം വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതായത് എന്ത് വന്നാലും അതിൽ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ഒന്നും തന്നെ സ്ഥായിയായിട്ടുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാറ്റമില്ലാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളൊന്നും നമ്മുടേതല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് പോയത്. അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റേതാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്താഗതി അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സക്സസ് അത് ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ സെൽഫ് റെസ്പെക്റ്റോടു കൂടി നിങ്ങൾക്ക് ഈ സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കിട്ടുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്കുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് ഈ സമയം ഉള്ളതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ സമയം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ആ ഒരു എനർജി വളരെ സ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് ആർക്കും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ പ്രവോക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഈ സമയം എന്തെങ്കിലും തരത്തിൽ പ്രവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പ്രവോക്ഡ് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ സമയം ഞാൻ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കേണ്ടിയ സമയമാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലുള്ള പ്രമോഷൻ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറി നിങ്ങൾക്ക് ലാഭങ്ങളാക്കാൻ പറ്റുന്ന ഒരു ചില അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം റിയലായിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാവാം. കാരണം ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയും ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആണ്ടുപോയി എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് തിരിച്ചു വരാൻ കഴിയാതെ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊരു പുതിയ തുടക്കമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥകളിൽ നിന്നെല്ലാം. അപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും അതിന് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തു പ്രശ്നങ്ങളായാലും അതിൽ തന്നെ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ എണീറ്റ് നടക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ, നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ഇവിടെ എണീറ്റ് വരിക എന്നുള്ളതാണ്. നിങ്ങൾ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. മാത്രമല്ല ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്.
അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ ഒരു സമയം നിങ്ങൾ ഹീല് ചെയ്യണം എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഇത് ഓൾറെഡി ഹീല് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സമയം ആ ഒരു ഹീലിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നമ്മളത് പൂർണ്ണമായും ഹീല് ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ പാഠം. അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ്. കാരണം അത്രയും വലിയ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന വ്യക്തികളാണ്. അത്രയും വലിയ സ്ട്രഗിൾ അനുഭവിച്ച് പൊരുതി മുന്നേറി വന്ന ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് മറ്റുള്ളവർ കാണാൻ പോകുന്നത് എന്നാണ്, അല്ലെങ്കിൽ കാണുന്നത് എന്നാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ അതിനി നടക്കില്ല എന്നൊക്കെ കരുതി മാറ്റി വെച്ചിരുന്ന അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിംഗിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അത് എൻഡായി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആകാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരു കാര്യത്തിന് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു വിധിയാണ് ഇത്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു കാര്യം, ഇത് നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കും ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങളുടെ കർമ്മഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം മറ്റുള്ളവരോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യത്തിന് അതിനൊരു വിധി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സമയം നല്ല കർമ്മഫലം തന്നെ കിട്ടുമെന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ വ്യക്തമായ ഒരു ദിശാബോധം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇനി തുടങ്ങേണ്ടത്. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അത് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളൊന്ന് ചിന്തിക്കുക. പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത്. അത്തരത്തിലൊരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അത് നിങ്ങൾക്ക് ഏതൊക്കെ വഴിയെ പോയാൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സഹായകമാകും എന്നാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള അത്തരത്തിലുള്ള വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ ജോലിയിലായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിലായാലും, നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ, അത് വ്യക്തികളായിട്ടാകട്ടെ അല്ലെങ്കിൽ ഇൻഡ്യൂഷനായിട്ടാകട്ടെ, അത് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം അത് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ഈ ഒരു സമയം. അതുപോലെ പുതിയൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനും ഒക്കെ ഈ സമയം പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.